നമുക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് 78-ല് മലമ്പുഴ വഴി ഒരു പുതിയ ലൈൻ ഉണ്ടാക്കി. നമുക്ക് പാലക്കാട് നിന്ന് 110 kV ലൈന്, ആ ഒരു ലൈൻ മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ജനസംഖ്യാ വർധനയും വീടുകളുടെ വർധനയും കമേഴ്സ്യൽ കച്ചവട സ്ഥാപനങ്ങളുടെ വർധനയും നിമിത്തം നമുക്ക് ആ ലൈനിന്റെ പരമാവധി ശേഷിയിൽ ഈ കൊല്ലം എത്തി. അതുകൊണ്ടാണ് നമുക്ക് ആ ശേഷി നിലനിർത്തി ബാക്കി പ്രശ്നങ്ങളില്ലാതെ വൈദ്യുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ കട്ടിലേക്ക് വന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 400 ആംപിയറിന് മേലെ പോയി കഴിഞ്ഞാൽ നമ്മളെ ലൈന് ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവുകയും ചിലപ്പോൾ ഈ 110 kV ലൈന് പൊട്ടി വീഴുക അടക്കം വരും. അതുകൊണ്ടാണ് നമ്മൾ ആ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്തിട്ട് പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ലൈനുകൾ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ പിടിച്ചു നിന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി വീണ്ടും ചൂട് കൂടുകയും ആൾക്കാർ AC-യുടെയും പിന്നെ ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഇലക്ട്രിക് കുക്കറിൻ്റെയും ഇലക്ട്രിക് ഉപകരണങ്ങളും കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി വീണ്ടും ലോഡ് കൂടുകയാണ് ഉണ്ടായത്. പിന്നെ നമുക്കറിയാം, ചെറുപ്പകാലങ്ങൾ മുതൽ പഠിക്കുന്നതാണ്, വൈദ്യുതി നിർമ്മിക്കുമ്പോൾ തന്നെ ഉൽപ്പാദനം നടത്തുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്ന്. ഇപ്പോൾ സ്റ്റോറേജ് സിസ്റ്റം വൈദ്യുതിക്ക് കാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ സ്റ്റോറേജ് സിസ്റ്റം നമുക്ക് ബോർഡ് മൈലാട്ടിയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ളവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. സാർ, ഇപ്പോൾ നമുക്കറിയാം ഈ രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ട് ഈ പവർ കട്ട്, ഈ വൈദ്യുതി ഓഫ് ആവുന്ന സാഹചര്യങ്ങൾ. സ്വാഭാവികമായിട്ടും കിടന്നുറങ്ങുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലേക്ക് പ്രചരണം വരുന്നുണ്ട്. പിന്നെ അപ്രഖ്യാപിത പവർ കട്ടാണെന്ന് പറയുന്നത്. അതെ, ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മൾ എപ്പോഴാണോ ഓരോ സ്വിച്ചും ഓൺ ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് വൈദ്യുതി കൂടുതൽ വേണ്ടി വരുന്നത്. നമുക്ക് പകലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പകലും വൈകുന്നേരമൊക്കെ നമുക്ക് ലൈറ്റ് ലോഡാണ് വേണ്ടത്. ഇപ്പോഴത്തെ ലൈറ്റുകൾ 2 വാട്ട്സിനുള്ള ലൈറ്റ് അടക്കം നല്ല പ്രകാശം നൽകുന്നതാണ്. അതുകൊണ്ട് ലൈറ്റ് ലോഡ് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അത് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഓരോ മുറിയിൽ പോയിട്ട് AC ഉള്ളവരാണെങ്കിൽ ആ AC ഓണാക്കി കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെയല്ല. 8000 വാട്ട്സ് അടക്കം വരുന്ന വീടുകൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇത് ഒന്നിച്ച് ഓണാവുകയും ഒന്നിച്ച് നമ്മൾ ഓഫാക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്ര ബുദ്ധിമുട്ട് വരുന്നത്. അത് നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാണ്. നമ്മളെല്ലാവരും 11 മണിയാകുമ്പോഴാണ് കിടക്കാൻ പോകുന്നത്. അധികം 10 to 11 ആ സമയത്ത് അങ്ങനെ വരുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് നിലനിർത്താൻ, ലൈനിൻ്റെ അവൈലബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ലോഡ് ഷെഡിങ് ചെയ്യുന്നത്. ഇന്നു മുതൽ എന്തായാലും സംസ്ഥാനം ഒട്ടുക്കെ ഒരു 15 മിനിറ്റ് വീതം ലോഡ് ഷെഡിങ് ഉണ്ടാവും എന്നാണ് അറിയിപ്പ് കിട്ടിയത്. അത് നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയി വരും. 2 ദിവസം കൊണ്ട് അതും കൂടി എന്തായാലും സംഭവിക്കും. ഓഫ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് SMS കിട്ടാനാണ് സാധ്യത. അത് എന്തായാലും അതത് വീട്ടിലെ കറണ്ട് കണക്ഷൻ്റെ മീറ്റർ നമ്പർ നിങ്ങളുടെ ഫോണുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടുന്നതായിരിക്കും. ആൾക്കാർ വളരെ പരുഷമായിട്ടും വളരെ മോശമായിട്ടും പറയുന്നവരുണ്ട്. വളരെ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി ശരി എന്താ ചെയ്യാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. രാത്രി 2 മണി 3 മണി വരെ ഞങ്ങളെ സ്റ്റാഫ് നട്ടം തിരികെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഫോൺ ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരും അതേപോലെ ലോഡ് കൂടിയാൽ ചിലപ്പോൾ നമുക്ക് ചില ഭാഗം ഓഫ് ചെയ്യേണ്ടി വരും. അത് ഓഫ് ചെയ്തിട്ട് പോയി ഓൺ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചില സമയത്ത് നമുക്ക് ചെറിയ ഒരു ഫീഡർ ആണെങ്കിലും 200 ആംപിയറിന് മേലെ പോയി കഴിഞ്ഞാൽ ട്രിപ്പാവും. ട്രിപ്പായി കഴിഞ്ഞാൽ നമ്മൾ ലോഡ് കുറച്ചിട്ട് വേണം ചാർജ് ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ വളരെ രാത്രിയിൽ മെനക്കെടുന്നുണ്ട്. രാത്രി മുഴുവൻ ഓഫീസ് ലൈവാണ്. പിന്നെ അതിൻ്റെ കൂടെ പല പരാതിക്കാരും രാത്രി ഓഫീസിലേക്ക് നേരിട്ട് വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്താ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ചൂട് KSEBിക്കും താങ്ങാൻ പറ്റുന്നില്ല, നാട്ടുകാർക്കും താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അതെ, എല്ലാവരും ഒന്നിച്ച് ഉപയോഗിക്കുമ്പോൾ ഓവർലോഡ് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതെ, അത് കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. 2 കൊല്ലം മുമ്പ് ഇതേപോലെ ഓവർലോഡ് വരികയും മണ്ണാർക്കാട് സബ്സ്റ്റേഷനിലെ 2 ട്രാൻസ്ഫോമറിന്റെ കേബിളുകൾ ഉരുകി പോവുകയും ചെയ്തു. അത് ഒരു രാത്രി മുഴുവൻ പണിയെടുത്തിട്ടാണ് നമുക്കത് ഒരു ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യാൻ പറ്റിയത്. അടുത്ത പകലും കൂടി പണിയെടുത്തിട്ടാണ് വൈകുന്നേരം ആകുമ്പോൾ 2 ട്രാൻസ്ഫോമറും നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം മണ്ണാർക്കാട് അഡീഷണൽ ആയിട്ട് ഒരു ട്രാൻസ്ഫോമർ കൂടി ബോർഡ് വെച്ചിട്ടുണ്ട്. പരിഹാര മാർഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരേ സമയത്ത് AC ഒക്കെ ഓണാക്കുന്നത് ഒന്ന് ഒഴിവാക്കുക.
കാരണം ഒരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 4 ആളും ഒരേ സമയത്ത് ഓണാക്കിയാൽ ഒഴിവാക്കുന്നത് തന്നെ നല്ലത്. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും, ഇല്ലെങ്കിൽ വൈകുന്നേരത്തെങ്കിലും AC വൈകുന്നേരം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇട്ടിട്ട് ആ തണുപ്പ് നിലനിർത്താൻ ശ്രമിക്കുക. അതേ പറ്റൂ, വേറെ ഒരു രക്ഷയില്ല. എന്തായാലും ജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ കറണ്ട് കിട്ടൂ, ഇല്ലെങ്കിൽ എന്തായാലും കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. CCN മണ്ണാർക്കാട്.